നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനേ ഒരു റീസ്റ്റോക്ക് സാരിയാണ് കാണിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചതാണ് സെമി ടസറിന്റെ സ്റ്റഫിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സാരിയാണ്. ബഡ്ജറ്റ് റേറ്റ് ആണ്. ബഡ്ജറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആ റേറ്റിന് ഭയങ്കര വർത്താണ്. ഒത്തിരി നമുക്ക് ഷോപ്പിൽ ഒരു പീസ് പോലും വെക്കാൻ ബാലൻസ് ഉണ്ടായില്ല. അതിൻ്റെ കുറച്ചും കൂടി കളറുകൾ ആഡ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മയെന്നോ ഞാൻ പറയുന്നത് കുറച്ച് കളറുകൾ ആഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു സാരിയാണേ. പിന്നില്ലേ ബ്ലൗസിന് ഒത്തിരി ആൾക്കാർ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇഷ്ടം പോലെ ആൾക്കാരാണ് വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ മോഡൽ ബ്ലൗസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 സൺഡേസിൽ, എല്ലാ സൺഡേസിലും രാവിലെ 10:30 നമ്മൾ അടുത്ത കാലത്തായിട്ട് ബ്ലൗസിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. സൺഡേസിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ സൺഡേയിൽ ഈസ്റ്റർ ആയതുകൊണ്ടും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ സൺഡേ എന്തോ കാരണത്താലും വീഡിയോ ഇല്ലായിരുന്നു. ഈ സൺഡേ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പുതിയ സ്റ്റോക്കും ഓൾഡ് സ്റ്റോക്കും നിങ്ങളുടെയൊക്കെ ഭയങ്കര ഹിറ്റായ, ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു ഐറ്റംസ് ഒക്കെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ പുതിയ സ്റ്റോക്കും വന്നിട്ടുണ്ട്. കുറച്ച് പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട്. കാണും കേട്ടോ. പ്ലെയിനൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്ലെയിനിൻ്റെ ഒക്കെ കുറേ നല്ല ഡിസൈൻസ് വന്നിട്ടുണ്ട്. അത് സൺഡേയിലാണ്. സൺഡേ രാവിലെ 10 മണിക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ പറഞ്ഞ ആ സാരി കാണാം. ഇതാണ്. ഓക്കെ, ഓർമ്മയുണ്ടോ ഈ മുഖം? ഇത് മുന്താണിയുടെ ഭാഗമായി വരുന്ന കേട്ടോ. സെമി ടസറിന്റെ സ്റ്റഫാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം. അന്ന് ഒത്തിരി പേർക്ക് കിട്ടിയില്ല. നമുക്ക് ചോദിച്ച കളറുകൾ കൊടുക്കാൻ പറ്റിയില്ല. സ്റ്റോക്ക് പരിമിതമായിരുന്നു അന്നും. ഇന്നും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള സ്റ്റോക്ക് ഇല്ല. എന്നാലും റീസ്റ്റോക്ക് വന്നത് ഞാനങ്ങ് കാണിക്കുകയാണ്. സെമി ടസറിന്റെ ആണ് സ്റ്റഫ്. ഈ ഒരു മുന്താണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗോൾഡൻ സറി ഇപ്പം എല്ലായിടത്തും കുറച്ച് ഇപ്പം പുതിയെന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി അല്ല, കുറച്ചായിട്ട് ഭയങ്കര എല്ലായിടത്തും ട്രെൻഡി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ചുരിദാർ സെറ്റയിലായാലും കുർത്തിയിലായാലും എന്തിലായാലും ഈ വീതിയുള്ള ഇത് മെയിനായിട്ട് കൂടുതലും വരുന്നത് മൊഡാൾ സിൽക്കല്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് സെമി ടസറി വരുന്നത്. ഇതാണ് ഇങ്ങനെ. എന്നിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ലഹരിയ ഡിസൈൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സിക്സാക് ഡിസൈൻ പോലെ വന്നിട്ട് ഒരു വൈറ്റിൻ്റെ ഒരു ഷെയ്ഡ് ഇങ്ങനെ ഇതേ കൂടെ പോയിരിക്കുക. നല്ല കംഫർട്ടാണ്, നല്ല ഭംഗിയാണ്, നല്ല പാർട്ടി ടച്ച് തരുന്നതാണ്. എന്നാൽ റേറ്റ് വളരെ കുറവാണ്. 1000 ബിലോ റേറ്റിൽ ഇത്രയുള്ള ഒരു സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. ഇത് വരും ബ്ലൗസ് കണ്ടോ. ബ്ലൗസിൽ അതൊരു മെറൂൺ കളറിലുള്ള ഒരു വീവിങ്. അതിൻ്റെ കാണിച്ച കളറുകളും ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ടുള്ളത് ഞാൻ കാണിക്കുന്നുണ്ടായിരിക്കാം, കാണിക്കാത്ത കളറും ഉണ്ടായിരിക്കാം. എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല. നമ്മളെപ്പോഴും ഈ സാരിക്കകത്തും ഇതിനകത്തും കിടന്നിങ്ങനെ മുഴുകുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഓർമ്മ കിട്ടുന്നില്ല. കാണിച്ചത് ഏതാ കാണിക്കാത്ത. ഇതൊന്നും എൻ്റെ ഓർമ്മയിൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നെന്നാ തോന്നി. ഈ കളറൊന്നും ഒരു പൗഡർ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാട്ടോ. ഇത് ശരിക്കും സെമി ടസറിൻ്റെ സ്റ്റഫാണ്. പക്ഷേ കണ്ടാൽ തോന്നും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് നല്ല നാച്ചുറൽ ഡൈ ആണെന്ന് തോന്നും. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. നാച്ചുറൽ ഡൈ ചെയ്ത് എടുത്ത ഒരു ഇതുപോലെ തന്നെ തോന്നുന്നുണ്ട്. സെമി ടസറാണ് സ്റ്റഫ്. ഇത് അടുത്ത കളറ്. ടസർ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ടസർ എല്ലാവർക്കും ഒന്നും വാങ്ങിക്കാൻ അഫോർഡബിളും അല്ല അത്രയും. പക്ഷെ ഇഷ്ടമില്ലായ്മ കൊണ്ട് ആരും വാങ്ങിക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് സ്റ്റാൻഡേർഡ് ആണ് ടസറിന്റെ ഒരു ഐറ്റം നമ്മൾ ശരീരത്ത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ. പക്ഷെ റേറ്റ് ഇച്ചിരി കട്ടിയാണ്, സൂക്ഷിക്കാൻ നല്ല പാടുമാണ്, പെട്ടെന്ന് തന്നെ ഇതാവും. പക്ഷെ അപ്പൊ സെമി ടസറിന് കുഴപ്പമില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ റേറ്റ് അതിന്റെ ഒരു എത്ര പറയുന്നേ 10-1 പോലും റേറ്റ് വരുന്നില്ല. ഒരു 7000-8000 രൂപ 6000-7000 രൂപയിലേക്ക് പോകും സാരി. നല്ല സാരി വരണമെങ്കിൽ 5000-നും കിട്ടും. ചുമ്മാ അന്നേരം പ്ലെയിനൊക്കെ ആയിരിക്കും, ഡിസൈനൊക്കെ ഉള്ള സാരി വരണം. അതേസമയം സെമി ടസർ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ഓവർ കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ട. പക്ഷെ ടസറിന്റെ ആ റിപ്ലിക്കായിട്ട് തന്നെ ഉള്ള ആ ഒരു സ്റ്റഫ് കിട്ടുന്നതും ചെയ്യുന്നുണ്ട്. പീച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഞാൻ ഓർക്കുന്നുണ്ട് ഇതൊക്കെ ആദ്യമേ തന്നെ എന്തോരം ഇതെന്നു വെച്ചാൽ ഓർഡർ എടുക്കുന്ന സമയത്ത് ഇത് റീസ്റ്റോക്ക് വരുമോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് വരുന്നതാണ്. അവർ ചോദിക്കുന്ന കളർ കിട്ടിയില്ലെങ്കിലേ പാരറ്റ് ഗ്രീൻ ശരീരത്തിന് നല്ല കംഫർട്ടാട്ടോ. ഒട്ടും ഒരു നമുക്ക് ചൂടോ ഒരുമാതിരി തരിതരിപ്പോ മേത്ത് കുത്തിക്കൊള്ളുന്ന പോലെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും
ഞാനാണെങ്കിൽ അതൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരു സ്വഭാവക്കാരത്തി. എനിക്കിപ്പോൾ വന്ന് ഒരു സംഭവം എനിക്ക് എല്ലാം ഈ കഴിഞ്ഞ ദിവസം വന്നേക്കുന്ന കുറേ കുർത്തീസ് കണ്ടിട്ട് എനിക്ക് കട്ടിക്കാൻ തോന്നി, അതുപോലെ ഇഷ്ടപ്പെട്ട്. പക്ഷെ ഉണ്ടല്ലോ എനിക്ക് സ്റ്റഫും അങ്ങനെയൊന്നും പറ്റത്തില്ല, അങ്ങനത്തെ എല്ലാ സ്റ്റഫും ഒന്നും എനിക്ക് പറ്റത്തില്ല. സിൽക്കും ഇതുണ്ടോ പാരറ്റ് ഗ്രീൻ ഷെയ്ഡ് നല്ലത്, അതുകൊണ്ട് ഞാനങ്ങ് കൊതിച്ചങ്ങ് വെക്കുക. പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിൻ്റെ തോന്നല, എനിക്കറിയാം ചുമ്മാ ചൂടാണ്. നമുക്ക് ഈ യാത്ര പർച്ചേസ് അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും കംഫർട്ട് നോക്കണമല്ലോ. നമുക്ക് അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. ഇതുണ്ട് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്. ഇതിൻ്റെ കറക്റ്റ് കളറും എനിക്ക് പറഞ്ഞ അറിയത്തില്ല, നിങ്ങൾ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയായിരിക്കും. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നില്ല എന്നാ കാണിച്ചു അല്ലേ, കാണിച്ചു. ഇത് ഒക്കെ ആദ്യം പോയ കൂട്ടത്തിൽപ്പെട്ടത്. നല്ല സാരി കേട്ടോ. ബ്ലൗസ് ഞാൻ കാണിച്ചല്ലോ, ഇത് എല്ലാത്തിനും ഒരേ ബ്ലൗസാണ്. ഇതാ ബ്ലൗസ്. ഈ കളറൊക്കെ ഒരു വെറൈറ്റി കളർ, ഇതൊക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാലോ ഇങ്ങനെ രസമായിരിക്കും. റാണി പിങ്ക്, അല്ലെങ്കിൽ മജന്ത. റാണി പിങ്കും മജന്ത ഏകദേശം ഒരേ കളറാണ്. നല്ല കളർഫുള്ളായിട്ട് അടിപൊളിയായിട്ട്. ഇത്തേലൊക്കെ വരുമ്പോൾ ഈ വൈറ്റ് നല്ലതായിട്ട് എടുത്ത് നിൽക്കുവേ. എന്നിട്ട് നമ്മുടെ സാരി മുന്താണി ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് പിടിച്ച് പോസൊക്കെ കാണിച്ച് എനിക്ക് എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമുണ്ട്. ആക്ഷൻ ഇട്ട് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ഇപ്പോൾ അയ്യോ ഞാൻ ടപ്പേന്ന് വീണു, ഞാൻ ചാടി അങ്ങോട്ട് ഇട്ടുമെന്നും പറഞ്ഞ് ഇറങ്ങി, ഇങ്ങനെ ഒരു കുഞ്ഞു പ്രായത്തിൽ തൊട്ടുള്ളതാണ് എനിക്ക് അങ്ങനത്തെ ഒരു അത് ഞാൻ പറയാൻ വരുന്നില്ല. എന്നെ ഇവിടെ എല്ലാവരും കളിയാക്കുന്ന സോക്കേടെന്ന് പറയുന്നു അങ്ങനത്തെ ഒരു സോക്കേടെന്ന് പറഞ്ഞൊരു സാധനം എനിക്കുള്ളതാണ് കേട്ടോ. അപ്പം എന്ന് പറഞ്ഞ പോലെ ഈ കൈ കണ്ടുള്ള ആക്ഷൻ ഇടിയിലും അതുപോലെ തന്നെ കൂടുതലാണ്. ഒരുങ്ങി നിന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇച്ചിരി ഒരു ഇത് കാണിക്കണം. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ നമുക്ക് ഡ്രാമയൊക്കെ ഉണ്ടല്ലോ, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ, കലോത്സവം, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഹരവാണ്. നമുക്ക് സ്കൂളിൽ അല്ലാതെ പഠിപ്പിക്കുമ്പോൾ പോകാനൊന്നും ഇഷ്ടമില്ല, സത്യമായിട്ടും അന്നേരമൊന്നും ഇഷ്ടമില്ല. യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുന്ന ദിവസം വെളുപ്പിനെ എഴുന്നേറ്റ് പോകും, അല്ലാത്ത ദിവസം എങ്ങനെ പനി വരുത്താന്നുള്ള വിചാരമാണ്. എന്നിട്ട് കൂടാത്ത ഒരൊറ്റ ഐറ്റം ഇല്ല കേട്ടോ, എല്ലാത്തിനും കൂടി ഞാൻ നോക്കുന്നുണ്ട്. അടിയിൽ ഡാൻസിൻ്റെ ഡ്രസ്സ് ഇട്ട്, മേളിൽ യൂണിഫോം ഇട്ട്, ഈ നാഷണൽ ആന്തം മത്സരം, അടി ഡ്രസ്സ്, അതിൻ്റെ അടി ഡ്രാമയ്ക്കുള്ള ഡ്രസ്സ് ഇങ്ങനെ ഇട്ട്. ഞാൻ അന്നത്തെ കാലം പറയുന്നത് തൊട്ട് കേട്ടോ, ഒന്നും ഓർക്കരുതാരുവേ. നല്ല ചില്ലി റെഡ് ഷെയ്ഡ് കേട്ടോ. എന്നിട്ട് ഡ്രാമയൊക്കെ കളിച്ച് ബെസ്റ്റ് ആക്ട്രസിനൊക്കെ ഉള്ള അവാർഡൊക്കെ എന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഞാനിതൊക്കെ വീട്ടിൽ ഇരുന്ന് വലിയ വീരവാദം എത്തിച്ച് പറയും ഭർത്താവിനോട്, മക്കളോട്. എന്നിട്ട് പറയും ഇപ്പോഴും ഒട്ടും മോശം ഒന്നും അവർ അന്നേരം അതിന് നമ്മൾ വലിയ കാര്യമായിട്ട് പറയുകയാണ്. അതിന് അവരെ ഷൂന്ന് തോന്നാൻ നമ്മളെ ചൊടിപ്പിക്കാൻ പറയുന്ന കേട്ടോ. കണ്ടോ എന്ത് രസമല്ലേ. ചിലര് ആരാണ്ട് ഒരിക്കൽ മെസ്സേജ് ഇട്ടു, വർത്തമാനം അധികമാകുന്നു. എൻ്റെ ദൈവമേ, ഈ നാട്ടുവർത്താനം പറഞ്ഞാൽ അതൊക്കെ എങ്ങനെ അധികമാകുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. മനുഷ്യനോട് മിണ്ടാതെ എന്തിനെങ്കിലും ജീവിക്കുന്നത് അല്ലേ, ഒരു ജീവിതമല്ലേ ഉള്ളൂ. മിണ്ടരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല അങ്ങനെയൊക്കെ പറയുന്നവർ പറയട്ടെ, അതവരുടെ ഇത്. മിണ്ടാതെയൊക്കെ ജീവിച്ചതായിരിക്കും, അതുകൊണ്ട് എനിക്ക് ഒച്ചയൊന്നും കേൾക്കുന്ന ഇഷ്ടമില്ല. ഇതിനുണ്ടല്ലോ എന്നാ കളർന്നാ പറയുന്നത്, ഇതാണ് ലാവണ്ടർ പിങ്ക്. ഇത് പിങ്ക് വാടാമുല്ലയുടെ ഒക്കെ ലൈറ്റ് കളർ പിങ്ക്. അത് തന്നെ. എനിക്ക് കളർ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് പറയാനൊന്നും വരുന്നില്ല. ചില സമയത്ത് ഇതാ കുഴപ്പം. ഇത് ഒന്നാണോ? അല്ല കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു പർച്ചേസ് ചെയ്ത് സാധനം വന്നപ്പോഴും ഞാൻ പറഞ്ഞു അത് രണ്ടും ഒന്നാന്നല്ല, അത് അടുപ്പിച്ച് വെച്ച് കണ്ടപ്പോൾ അത് രണ്ടാ. പിന്നെ നിങ്ങൾ ഇത് ഫസ്റ്റിനെ കാണിച്ചാണോ? അല്ലല്ലോ അല്ലേ. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴേ ഉറപ്പായിട്ട് നമ്പർ കൂട്ടി എടുക്കണേ. എന്തോരം പറഞ്ഞാലും ചിലർ എന്നാന്നറിയാമോ, സാരി മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സൂം ചെയ്ത് എൻ്റെ മുഖം ഇത്രയായിട്ട് വരും. അയ്യോ ചിലപ്പോഴത്തെ ഗോഷ്ടി അങ്ങനെയൊക്കെ ആയിരിക്കുന്നത് സ്ക്രീൻഷോട്ട് വരുമ്പോൾ. എന്നാലും ചിരിച്ച് നിൽക്കാൻ കുറച്ച് നേരം സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി. അതങ്ങനെ ചുവനേരം ഒന്ന് നിൽക്കണ്ടേ അല്ലേ, സ്ക്രീൻഷോട്ട് കറക്റ്റ് കിട്ടാൻ. എനിക്ക് എൻ്റെ ചിരി വരും സ്ക്രീൻഷോട്ട് വന്ന് കിടക്കുന്നത് കാണുമ്പോഴത്തേക്ക്. ഡാർക്ക് മെറൂൺ ഷെയ്ഡ്. അപ്പം പക്ഷേ ഉണ്ടല്ലോ അങ്ങനെ ചെയ്യരുത്, നമ്പർ കൂട്ടിയെടുക്കണം. നമ്പരും പ്രൈസും കൂട്ടിയെടുക്കണം. ഇത്തലെല്ലാം ഞങ്ങൾ നമ്പർ ഇട്ടാ വെക്കുന്ന ഓരോ സാരിക്കും.
ആ നമ്പർ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും സാധനം മാറിപ്പോകുന്ന നിങ്ങൾക്ക് പേടിയേ വേണ്ട. നമുക്ക് അങ്ങനെ ഒരു അനുഭവമേ ഉണ്ട്. വളരെ ചുരുക്കം 100% ഞാൻ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല. തിരക്കിൽ ഒത്തിരി എണ്ണമൊക്കെ പോകാനുള്ള സമയങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ വല്ലപ്പോഴും വന്നാലും നമ്പർ ബുക്ക് ചെയ്യും. നമ്മൾ നമ്പരാണ് നോക്കുന്നത്. ബുക്കിംഗ് എടുക്കുന്നു അങ്ങനെ തന്നെ. സാരി ഒന്നും കഴിക്കില്ല. ചിലത് ചോദിക്കും ഫോട്ടോ ഇട്ട് തരാമോ, രാത്രി 10 മണിക്ക് ഫോട്ടോ ഇട്ട് തരാമോ എന്നൊക്കെ ചോദിക്കുമെന്ന് പറയുന്നത്. എങ്ങനെ ഇട്ട് കൊടുക്കാൻ ഷോപ്പ് അടച്ച് പോകത്തില്ല. ഒന്ന് രണ്ടാമത് നിങ്ങൾ ഈ ഫോട്ടോ ഇട്ട് തരാൻ ചോദിക്കുന്ന തന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരു തെറ്റാൻ തന്നെ ഞാൻ പറയുന്നത് ഒരു നമ്മളത് അതിനകത്തൊരു കാര്യമില്ല. കാരണം ഫോട്ടോയ്ക്കകത്ത് വേറെ കളറായിരിക്കും വരുന്നത്. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എടുക്കുമ്പോൾ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒരുമാതിരിയൊക്കെ മാക്സിമം കറക്റ്റ് കളർ തന്നെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫോട്ടോയ്ക്കകത്ത് വരുമ്പോൾ എവിടെയെങ്കിലും വെച്ച് എടുക്കുന്ന ഫോട്ടോ അല്ലേ, ഇതിനകത്ത് കറക്റ്റ് കളർ കിട്ടത്തില്ല. എൻ്റെ ഫോട്ടോ എടുത്ത് തരുമെന്ന് പറയുന്നത് അർത്ഥമില്ല. ലൈറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പോയ ആ ചോദിച്ച കളറായത് ലൈറ്റ് റോസ്. നല്ല കളർ തോന്നിക്കുന്ന കളർ, അതുകൊണ്ടായിരിക്കാം. നല്ല ആർക്കും നല്ല കളർ തോന്നിക്കുന്ന കളർ. പിന്നെ ഓണത്തിനിടയ്ക്ക് പൂട്ട് വെച്ചോടം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്കിതൊന്ന് കാണിക്കണം, ഓൺലൈനിൽ കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു നിർബന്ധം. ഒരു ഷോളാ, ഒരു ദുപ്പട്ടയാണിത്. ഇത് ബ്രാസോടെ ദുപ്പട്ട. എനിക്കിത് വന്നപ്പോൾ തൊട്ടങ്ങ് ഇഷ്ടം കയറിയിട്ട് എനിക്ക് പറഞ്ഞറിയിക്കത്തില്ല, അതുപോലെ ഇഷ്ടമാണ്. പാർട്ടി വെയർ ആയിട്ടിടാം. റേറ്റ് താരതമ്യേന ഷോളിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി റേറ്റ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഡിസൈൻ ഉണ്ട്. ബ്രാസോയിൽ നല്ല മിറർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈനും ഇതിൻ്റെ വർക്കും ഇതിൻ്റെ പ്രിന്റും എല്ലാം കൂടിയാണ് ഈ റേറ്റ് തരുന്നത്. നല്ല സൂപ്പർ പാർട്ടി വെയർ ഷോളായിട്ട് നിങ്ങൾക്ക് ഇടാം. ഷോൾസ് വേണേൽ കാണിക്കാനാണ് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് എന്തോ പോലെ ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ, എനിക്ക് എന്തോ പോലെ എന്നാ പറയുന്ന ഇതില്ലേ എന്നെ പറഞ്ഞോണ്ടിരുന്നത് പാർട്ടി വെയർ ആയിട്ടില്ലേ ഇടാൻ സൂപ്പർ ആയിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് കളർ ഡ്രസ്സ്, ബ്ലാക്ക് ഇടാൻ ഇഷ്ടമുണ്ട് ബ്ലാക്ക് ഇടാം, അല്ലെങ്കിൽ പിങ്ക് ഇടാൻ ഇഷ്ടമുണ്ട് പിങ്ക് ഇടാം, യെല്ലോ, അതിൻ്റെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോള്. ഇത് കണ്ടാൽ ഇഷ്ടപ്പെടാത്ത മനുഷ്യരില്ല. ഇത് പെണ്ണുങ്ങൾ ഇത് കണ്ട ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടാത്തവരില്ല. ആർക്കും ഒന്ന് കൊതി തോന്നുന്നു. ഞാൻ പറയുന്ന കേട്ടോ, എനിക്കറിയത്തില്ല, എല്ലാവർക്കും ഒരേ ഇഷ്ടങ്ങളായിരിക്കത്തില്ല. എന്നാലും ഞാൻ പറയോ ഇതൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ? മേടിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറയുന്നല്ലോ കേട്ടോ. ഇത് ഷോപ്പിലിരുന്ന് ഷൂ ഉണ്ടോ അക്ഷൻ പറഞ്ഞ കേട്ടോ, അതായത് എൻ്റെ കുഴപ്പം ഷൂന്ന് പോവും എന്ന് പറയും. മര്യാദയ്ക്ക് ഇതങ്ങ് പോകുമെന്ന് പറഞ്ഞാൽ പോരെ. അപ്പം എന്താ പറയുക ഒന്ന് ശനിയാഴ്ച ഞാൻ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്നും ഞാൻ പറയാൻ മറന്നു. സബ്സ്ക്രൈബ് എന്നുള്ള വാക്ക് തന്നെ എൻ്റെ വായിക്കത് കൊള്ളുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാണെങ്കിൽ പണ്ട് കാലത്തെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയെന്നല്ല, അത് നോക്കിയിട്ട് അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കത്തില്ല പലരും. എത്രയോ ഞാൻ വീഡിയോ തുടങ്ങിയ കാലത്തെ അപ്പം ഞാൻ ഓർക്കും നല്ലതാ അത്. ആ പഴയ വീഡിയോ നമ്മളെടുത്ത് നോക്കാമല്ലോ, അന്നത്തെ എന്നെ ഒന്ന് കാണാം. ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് ഒരിടയ്ക്ക് ഭയങ്കര വണ്ണമായിരുന്നു, പിന്നെ വണ്ണം കുറഞ്ഞു, പിന്നെ വണ്ണം വെച്ചു. അതൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഓർക്കും. അപ്പോൾ പുതിയ വീഡിയോ ഡെയിലിയുള്ള അപ്ഡേഷൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ സാരീസ് പർച്ചേസ് ചെയ്യാനുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഡീറ്റെയിൽസ് പറഞ്ഞു തരും. വാട്സപ്പ് കോള് നമുക്കില്ല. വാട്സപ്പ് കോള് വന്നാൽ എടുക്കത്തുമില്ല. വാട്സപ്പ് കോള് നമുക്ക് അലൗഡ് വരും. നിങ്ങൾ ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് വോയിസ് ആയിട്ടോ എങ്ങനെയായിട്ടോ അയച്ചാൽ മതി. പിന്നെ എന്നാ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഓർക്കും ബ്ലൗസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ശരി, ഓർക്കുന്നില്ല. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ടാറ്റാ.